എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് മറ്റൊരു ഭാഗം ബേസിക് ഫിസിക്സിലെ മറ്റൊരു ഭാഗം നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഈ പ്രഷർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് പ്രഷർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടാവില്ല അല്ലേ? നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ അവർ പ്രഷർ ചെക്ക് ചെയ്യാറൊക്കെയുണ്ടല്ലേ? എന്താണ് പ്രഷർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലായി? പ്രഷർ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്താണ് അതിൻ്റെ അർത്ഥം? പ്രഷർ അല്ലേ? നമ്മൾ മറ്റുള്ളവർ പ്രഷർ ചെലുത്തുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? പ്രഷർ ചെലുത്തുമ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. അത് എന്താണ്? ഫോഴ്സ്. എന്താണ്? ഫോഴ്സ് തന്നെയാണ്. ആ ഫോഴ്സും പ്രഷറും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ചെലുത്തുന്ന ബലത്തെയാണ്, അത് ഫോഴ്സിനെയാണ് പ്രഷർ എന്ന് പറയുക. എന്താണ് പ്രഷർ? ഏരിയയിൽ. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയയിൽ ചെലുത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റും? പ്രഷർ അറിയാമെങ്കിൽ മൊത്തം ഫോഴ്സ് കണക്കാക്കാൻ പറ്റും. അതുപോലെ ഫോഴ്സും ഏരിയയും അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ കണക്കാക്കാനും പറ്റും. നമുക്ക് വെള്ളത്തിൻ്റെ പ്രഷർ കണക്കാക്കുന്നത് അല്ലേ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഓക്കെ. നമുക്ക് ഒരു ഇത് വരയ്ക്കാം. ഇപ്പോൾ ഒരു ടാങ്ക് വിചാരിക്കാം. ടാങ്ക് എന്ന് പറഞ്ഞാൽ ടാങ്ക് ഇതായിരിക്കും, വേണമെങ്കിൽ ഒരു റിസർവോയർ ആയിരിക്കും വെള്ളത്തിൻ്റെ ഇല്ലേ? നമുക്ക് പല അണക്കെട്ടുകളിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വെള്ളം ശേഖരിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വലിയ എന്തുണ്ട്? അതിൻ്റെ വോള് മുഖാന്തരം വലിയ ബണ്ട് കെട്ടിയിട്ട് അത് ചുറ്റും കെട്ടിയിട്ട് അരി നിർത്തിയിട്ടായിരിക്കും. കാരണം എന്താ? ആ കെട്ടി നിർത്തിയ വെള്ളത്തിന് ഹൈ പ്രഷർ ഉണ്ടായിരിക്കും, പൊട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ എൻജിനീയേഴ്സിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ പ്രഷർ അറിയണം. അപ്പം മൊത്തം പ്രഷർ അറിഞ്ഞാൽ എന്തുണ്ടാവും? മൊത്തം അത് ചെലുത്തുന്ന ഫോഴ്സ് കണക്കാക്കാൻ നമുക്ക് പറ്റും ഇല്ലേ? അപ്പോൾ ഫോഴ്സൊക്കെ കണക്കാക്കണം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് എങ്ങനെ കണക്കാക്കാം? അപ്പം നമുക്ക് ഇതിൽ നിറച്ച് വെള്ളമുണ്ട് വിചാരിക്കാം. ഈ ഒരു റിസർവോയറാണ്, ഇതിൽ നിറച്ച് വെള്ളമുണ്ട്. ഇതിൽ ഏറ്റവും പ്രഷർ ഏത് ഭാഗത്തായിരിക്കും പറയാൻ പറ്റും? നമുക്ക് യുക്തി വെച്ച് പറയാൻ പറ്റും. ഇവിടെ ആയിരിക്കും കൂടുതൽ പ്രഷർ ഉണ്ടായിരിക്കുക. അടിഭാഗത്തായിരിക്കും യുക്തി വെച്ച് പറയാം. കാരണം എന്താണ്? ഇതിൽ ഇത്രയും വെള്ളമുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫോഴ്സ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് എന്ത്? ഫോഴ്സ് എന്നറിയാം അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത്ര കോളം വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത്തരം ഒരു ഇതെടുക്കുക, ഇതിൻ്റെ അടിഭാഗം ഇല്ലേ? ഇതിൽ ഈ വിസ്തീർണം വെള്ളത്തിൻ്റെ ഈ ഭാഗത്ത് വെള്ളത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ഫോഴ്സ്. ഇവിടത്തെയും വെള്ളത്തിൻ്റെ ഭാരം അതിന് താഴേക്ക് എന്തുണ്ടായിരിക്കും? താഴേക്ക് ചെലുത്തുണ്ടായിരിക്കും ഇല്ലേ? എക്സെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഭാരം ഇങ്ങോട്ട് ഫോഴ്സ് ചെലുത്തുണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കുക, ഇവിടുന്ന് അന്തരീക്ഷം ഉണ്ടായിരിക്കും, അന്തരീക്ഷത്തിലെ മർദ്ദം ഇവിടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ തൽക്കാലം നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അന്തരീക്ഷം മാറ്റി നിർത്തുകയാണെങ്കിൽ ഇതുപോലത്തെ ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് ഒഴിവാക്കിയിട്ട് ഇതല്ലേ നമ്മൾ ചോദിക്കുമ്പോഴത്തെ പ്രഷർ, അന്തരീക്ഷത്തിൽ നിന്നും കുറച്ചിട്ടുള്ള പ്രഷർ കണക്കാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്തെ ഫോഴ്സ് കണക്കാക്കണം. ഇത്രയും ഭാരത്തെ വെള്ളത്തിൻ്റെ എന്തറിയണം? നമ്മൾ മാസ് അറിയണം. കാരണം എന്താ? മാസും അതിൻ്റെ എന്തറിയണം? ആക്സിലറേഷൻ അറിയണം. അപ്പോഴാണ് എന്ത് കണക്കാക്കാൻ പറ്റുക? ഫോഴ്സ് കണക്കാക്കാൻ പറ്റുക അല്ലേ? കാരണം ഫോഴ്സിൻ്റെ ഫോർമുല എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അല്ലേ? ചുരുക്കിയിട്ട് നമുക്ക് എം ഇൻറ്റു എ എന്ന് പറയാം, ഫോഴ്സ് അല്ലേ? അപ്പോൾ ഈ അടിഭാഗത്ത് ഇതിന് എത്ര ഏരിയ ഉണ്ട്? ഏരിയ ഉണ്ട് വിചാരിക്കുക. ഏരിയ ഉണ്ട്. ഹൈറ്റ് ഉണ്ട് വിചാരിക്കുക. എത്ര ഹൈറ്റ്? ഈ ഹൈറ്റ് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് എത്ര ഫോഴ്സ് കണക്കാക്കുന്നു പറയാൻ പറ്റും നമുക്ക്?
കണക്കാക്കാൻ പറ്റൂ? അറിയോ? കണക്കാക്കാൻ പറ്റൂ. എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? വെള്ളമാണെന്ന് വിചാരിക്കും, ഇതിൽ ഉള്ളിലുള്ളത് വെള്ളമാണ്. നമുക്ക് വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഡെൻസിറ്റി നിങ്ങളോട് പറഞ്ഞ എന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചെന്നുള്ളൂ ഞാൻ. അത് ആ തുടക്കത്തിൽ പഠിപ്പിച്ച. അതായത് ഒരു ഘനസെന്റിമീറ്റർ അതല്ല ഘനസെന്റിമീറ്ററിൽ 1000 cc-യുടെ 1000 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? 1000 ക്യൂബിക് സെന്റിമീറ്റർ വെള്ളത്തിന്റെ ഭാരം എത്രയാണ്? 1 kg എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 1000 cc അഥവാ 1 ലിറ്ററിന്റെ അല്ലേ? 1 ലിറ്ററിന്റെ എന്ന് വെച്ചാല് 10 സെന്റിമീറ്റർ cm ഇൻറ്റു 10 cm ഇൻറ്റു 10 cm ഒരു പാത്രമൊക്കെ കാണിച്ചെന്ന് ഓർക്കണ്ട. അതായിരിക്കുന്നത് ലിറ്റർ. അത് മനസ്സിലായില്ലേ ഇതിന്? അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു. എന്തായിരുന്നു? ഈ ഏരിയയുള്ള ഏരിയയും h ഹൈറ്റ് ഉള്ള ഒരു വെള്ളത്തിന്റെ പോർഷൻ അതിന്റെ അടിയിൽ ചെലുത്തുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യമായിരുന്നത്. പക്ഷെ അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയാം? മാസും അറിയണം, ആക്സിലറേഷനും അറിയണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മാസ് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ? ആ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇതിന്റെ മാസ് എങ്ങനെ കണക്കാക്കാം? നമുക്ക് എന്തറിയാം? 1 ലിറ്റർ വോള്യം ഉണ്ടെങ്കിൽ 1 കിലോ മാസാണ് ഉള്ളതെന്ന് അറിയാം അല്ലേ? 2 ലിറ്റർ വോള്യം ഉണ്ടെങ്കിൽ ഇതിന്റെ എത്രയായിരിക്കും? 2 കിലോ മാസ് ഉണ്ടായിരിക്കും. കാരണം ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 1 കിലോ ആയതുകൊണ്ട്. എന്ന് വെച്ചാൽ ഇതിന്റെ എത്ര വോള്യം ഉണ്ടോ, എത്ര ലിറ്റർ ഉണ്ടോ എന്ന് വെച്ചാൽ എത്ര വോള്യം ഉണ്ടോ എന്നർത്ഥം, അത്രയും kg എന്ന് വെച്ചാൽ എത്ര വോള്യം ഉണ്ടോ അതിന്റെ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒന്നായ കാരണം 1 കിലോ കൊണ്ട് ഗുണിക്കുന്നു. ആ വോള്യം ഇൻറ്റു ഡെൻസിറ്റി ആണ് എന്ത്? മാസ്. അപ്പൊ ഇതിന്റെ മാസ് കണ്ടുപിടിക്കാമല്ലോ. ഇതിന്റെ വോള്യം കണക്കാക്കിയ പോരെ. അപ്പൊ ഈ ഫോർമുല ഒന്നുകൂടി മാറ്റി അറിയാം. നമുക്കറിയാം ഈ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോള്യം. ഏരിയ ഇൻറ്റു അപ്പൊ ഇതിനെ ഇവിടെ മാറ്റി എഴുതാം. വോള്യത്തിന്റെ സ്ഥാനത്ത് A ഇൻറ്റു h എന്ന് എഴുതാം. AH ആണ് മാസ് അല്ലേ? അടിയിലത്തെ ഏരിയയും അതിന്റെ ഹൈറ്റിനെയും ഗുണിച്ചാൽ എന്ത് കിട്ടി? വോള്യം കിട്ടി. ആ ഏരിയയും ഹൈറ്റും ഗുണിച്ചാൽ വോള്യം കിട്ടി. ഡി കിട്ടിയ മാസ് കിട്ടി. ആ മാസ് കിട്ടിയല്ലോ. അപ്പൊ മാസ് കിട്ടി. അപ്പൊ AHD ആണ് എന്ത്? മാസ്. ഇനി ആക്സലറേഷൻ എന്താണ്? ഇതിന് എന്താണ് വലിക്കുന്നത്? ഭൂമി ഏതൊരു വസ്തുവിനേക്കും ഉണ്ടാക്കുന്ന അതിന് G എന്ന് പറയും. അപ്പൊ ഇതിലെ A എത്രയില്? A സമം G അഥവാ 9 m/s² അല്ലേ? G എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് മാസ് കിട്ടി. ഏതാ? ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലേ? ഏതായാലും മതി. അപ്പൊ ഫോഴ്സ് എത്രയാണ്? ഇവിടെ ഉണ്ടാവുന്ന ഈ ഏരിയയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണ്? മാസ് കിട്ടി ഇൻറ്റു m അല്ലേ? അപ്പൊ ഫോഴ്സ് ഈക്വൽ ടു ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാ? ഫോഴ്സ് ഈക്വൽ ടു AHD എന്ന് പറഞ്ഞപ്പോ മാസായി ഇൻറ്റു ആക്സിലറേഷൻ G അല്ലേ? അപ്പൊ എന്താണ് ഫോഴ്സ്? AHD G. മനസ്സിലായ? AHD G ആണ് ഇവിടെ ഉണ്ടാവും. G എന്ന് പറഞ്ഞത് ഭൂമി എല്ലാരും വലിക്കുന്നത് അതിനെത്ര 9.8 അല്ലേ? അതിന് G എന്നല്ലേ പറയാ. അപ്പൊ AHD കിട്ടിയ മാസായി, ആക്സിലറേഷൻ G അല്ലേ? അപ്പോ G ആണ് ഇത്. ഇത്രയും വെള്ളം ഇവിടെ എന്തുണ്ടാവുക? ഫോഴ്സ് അല്ലേ? ഇതിവിടെ ചെലുത്തുന്ന ഫോഴ്സ് എത്രയാണ്? അപ്പോ നമുക്ക് ഫോഴ്സ് കിട്ടി. ഇപ്പൊ നോക്ക്, ഇതിന്റെ ഏരിയ വിചാരിക്കുക 100 വിചാരിക്കുക, 100 m² വിചാരിക്കുക. അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് നമ്മൾ കണക്കാക്കിയിട്ട് 1000
എന്ന് കിട്ടിയും വിചാരിക്കുക, 1000 ന്യൂട്ടൺ എന്ന് കിട്ടിയും വിചാരിക്കുക. 1000 ന്യൂട്ടൺ കിട്ടിയും വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയറിൽ ഉണ്ടാവണം എത്രയായിരിക്കും? 100 മീറ്റർ സ്ക്വയറിൽ 1000, 1000 / 100 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഏരിയ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് എന്ത് കിട്ടും? അപ്പൊ ഫോഴ്സ് കിട്ടിയാൽ അതിനെ എന്തുകൊണ്ട് ഹരിക്കുക? ഏരിയ കൊണ്ട് ഹരിച്ചാൽ 1 യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സ് കിട്ടും. 1 യൂണിറ്റ് ഏരിയ പറഞ്ഞ ചെറിയ പീസ് സ്ഥലത്തെ എന്ത് കിട്ടും? 1 യൂണിറ്റ് ഏരിയ ചെറിയ ഏരിയ ഉണ്ടല്ലോ, യൂണിറ്റ് ഏരിയ അല്ലേ? യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സ് കിട്ടും. അപ്പൊ ഇത് ടോട്ടൽ ഫോഴ്സ്. അപ്പൊ ഈ പ്രഷറിന് പി കൊടുക്കും. പ്രഷറിന് പി ആണ്. പ്രഷർ എന്ന് പറഞ്ഞാല് ഫോഴ്സ് ബൈ ഏരിയ. മനസ്സിലായില്ലേ? ഫോഴ്സിനെ 1 യൂണിറ്റ് ഏരിയയില് കിട്ടാനായിട്ട് ആകെ ഏരിയ കൊണ്ട് ഹരിച്ചാ പോരെ. അപ്പൊ യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സ് കിട്ടിയില്ലേ? അപ്പോ നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റും? നമുക്ക് ഈ ഇതില്ലേ, അപ്പൊ ഫോഴ്സ് എത്ര? ഇതല്ലേ, A/H/dg ആണ് ഫോഴ്സ് അല്ലേ? അതിനെന്തുകൊണ്ട് ഹരിച്ചാൽ മതി? ഏരിയ കൊണ്ട് ഹരിച്ചാ പോരെ. എ കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? AI വെട്ടി പോയില്ലേ? AI വെട്ടി പോയില്ലേ? അപ്പൊ HDG. അപ്പൊ ഒരു വെള്ളത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിലത്തെ പ്രഷർ ചോദിച്ചാൽ, പ്രഷർ ചോദിച്ചാൽ 1 യൂണിറ്റ് ഏരിയയിലെ ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ, 1 യൂണിറ്റ് ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഹൈറ്റ് എടുക്കുക അല്ലേ? H. അവിടുത്തെ ഈ വെള്ള ഡെൻസിറ്റി എടുക്കുക. ഡെൻസിറ്റി. പിന്നെ എന്തുകൊണ്ട് ഒരു 9G കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഏത് ദ്രാവകം എടുത്താലും അതിന്റെ ഫോഴ്സ് കണക്കാക്കാനുള്ള ഫോർമുല കിട്ടില്ലേ? HDG. അതാണ് പ്രഷർ കണക്കാക്കാനുള്ള ഫോർമുല. മനസ്സിലായ? നമുക്ക് ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ വിടാം. നന്ദി, നമസ്കാരം, ബൈ.